നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പറയുന്നില്ലേ പാവല്ലേ, വാങ്ങിക്കൊടുത്തേക്ക്. വാങ്ങുമ്പോഴേ ബ്രാൻഡഡ് നോക്കി തന്നെ വാങ്ങണേ. ഞാൻ വളരെ സ്പെസിഫിക്. അല്ല, നീ ഇതിനെ എപ്പോഴും ഒളിച്ചിരിക്കുന്നേ? അല്ല, റൂമിലേക്ക് വരുന്ന നിങ്ങൾ തന്നെയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാ ഒളിച്ചിരിക്കുന്നത്. മതി മതി, ബാ ഫുഡ് കഴിക്കാം. താങ്ക്സ്. വെൽക്കം. വല്ലാത്ത വിശപ്പ്. ഒരു ഡബിൾ ഓംലെറ്റും കൂടെ ആവായിരുന്നു. ഓംലേറ്റ് മാത്രം ആക്കണ്ട, ഒരു ഫുൾ അൽഫാം കൂടെ കൊണ്ടുതരാം. അതെ, ഇത് തന്നെ ഒപ്പിക്കാൻ പറ്റപാട് ഞങ്ങൾക്കേ അറിയൂ. വേണേ എടുത്ത് കഴിക്കടാ. ഓ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്തോ ആടി എടി, നമ്മുടെ വണ്ടി തിരിച്ചെടുക്കണ്ടേ? ആ ACP സോപ്പിട്ട് എങ്ങനെയെങ്കിലും വണ്ടി തിരിച്ചെടുക്കണം. അതെ, അയാൾ അങ്ങനെ പെട്ടെന്ന് പതയുന്ന സോപ്പൊന്നും അല്ല. വേറെ എന്തെങ്കിലും ഐഡിയ നോക്കേണ്ടി വരും. ഞാൻ കാരണം നിങ്ങളുടെ വണ്ടിയും പോയോ? നീ കാരണം ഞങ്ങളുടെ വണ്ടി മാത്രമല്ല, ഞങ്ങളുടെ സമാധാനം മൊത്തം പോയേക്കും. പാവത്തിന് വഴക്ക് പറയണ്ട. നിങ്ങള് ACP ചെന്ന് കണ്ടു നോക്ക്, വണ്ടി തിരിച്ചു കിട്ടും. നീ പറയുമ്പോ വണ്ടി തരാം. ACP ആരാ? നിന്റെ അളിയനും. ഞാനല്ലേ പറയുന്നത്, ചെന്ന് നോക്ക്, വണ്ടി നിങ്ങക്ക് കിട്ടും. നിനക്ക് ഹോട്ടൽ പണിയല്ലാതെ ജോൽസി പണി ഉണ്ടായിരുന്നു. ACPയുടെ പിടിന്ന് നമ്മളെ വണ്ടി റിലീസ് ചെയ്യാൻ എന്നെ ഒരു വഴി. അയാൾ ആളൊരു മുടയാ, വീഴ്ത്താൻ വലിയ പാടാ. വീഴ്ത്തണമല്ലോ, എന്നാലല്ലേ വണ്ടി തിരിച്ചു കിട്ടത്തുള്ളൂ. എന്തായാലും നമുക്ക് ACP പോയി ഒന്ന് കാണാം. ചക്ക, ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ മിണ്ടാതെ ഇതിനകത്ത് ഇരുന്നോണം, മനസ്സിലായോ? അതെ, ഇതൊരു വിമൻസ് ഹോസ്റ്റലാ. നീ ഇതിനകത്തുണ്ടെന്ന് ഒരു കിളിക്കുഞ്ഞു പോലും അറിയരുത്. ഓക്കെ? ഓക്കെ. ഞാൻ പോയിട്ട് എന്റെ ആത്മാവ് പോലും ഇതിനകത്തുണ്ടെന്ന് ആരും സംശയിക്കില്ല. യെസ്, ACP ഇന്ദ്രജിത്ത് ആണ്. ഞാൻ മിനിസ്റ്ററുടെ PA ആണ്. മിനിസ്റ്ററുടെ മകന്റെ ജീവന് 50-50 ചാൻസേ ഉള്ളൂ. പ്രതിയെ കിട്ടാൻ എത്രയാണോ ചാൻസ്? എന്റെ ജോലി താൻ വന്ന് ചെയ്യണം, അപ്പോഴറിയാം ബുദ്ധിമുട്ടും. അയാള് ചാൻസ് വെച്ച് വന്നേക്കോ. ഹലോ, താൻ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാർ. തന്റെ മൂക്കിന്റെ കീഴിലല്ലടോ ഒരു കൊലപാതക ശ്രമം നടന്നിരിക്കുന്നത്. എന്നിട്ട് ഇതുവരെ പ്രതിയെ പറ്റി ഒരു തുമ്പും കിട്ടിയിട്ടില്ല. പ്രതിയെ പോലീസ് പിടിക്കോ അതോ ഞങ്ങൾ തന്നെ ഇറങ്ങി പ്രതിയെ പിടിച്ച് തന്റെ മുമ്പേ കൊണ്ടുവന്ന് തരണോ? എന്നാലേ താൻ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ടോ? ഞങ്ങള് എല്ലാ വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. ഏത് സമയത്തും എവിടെ വെച്ചും പ്രതിയെ പിടികൂടാ. അതെ, ഇനി വിളിക്കുമ്പോ ഇതല്ല ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രതിയുടെ കയ്യിൽ വിലങ്ങ് വച്ചിരിക്കണം. മിനിസ്റ്ററുടെ മകൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഈ കേസിന്റെ രീതി അങ്ങ് മാറും. വേറൊന്നും എനിക്കിപ്പോ പറയാനില്ല. കണ്ടവന്റെ ഒക്കെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട അവസ്ഥയായല്ലോ. ആ പ്രതി എവിടെ പോയി ഒളിച്ചു? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എടാ, നമ്മുടെ വണ്ടി എടുക്കുന്ന കിടപ്പ് കണ്ടില്ലേ? പട്ടിണി കിടന്ന് മെരിഞ്ഞ പോലെ ഉണ്ട്. പോലീസുകാരെ എണ്ണ ഊറ്റിയോ ആവും. നമ്മളെ കണ്ടപ്പോ വണ്ടി ഒന്ന് ഉഷാറി അല്ലേ? കൂട്ടത്തിൽ തിരിച്ചെത്തിയതിന്റെ സന്തോഷായിരിക്കും. എന്തായാലും വാ, നമുക്ക് ACP കാണാം, എന്നാലേ എന്തെങ്കിലും നടക്കൂ. വാ പോവാ, വാ. അതെ, എക്സ്ക്യൂസ് മീ, ACP സാർ അകത്തുണ്ടോ? ഞങ്ങളെ ACP ഒന്ന് കാണാൻ വന്നതാ. സാർ നല്ല മൂഡിലാണോ? ACP നല്ല മൂഡിലാ, വേഗം ചെല്ല്. എടോ, പ്രതി സിം കാർഡ് ഉപേക്ഷിച്ചിട്ടുണ്ടാവും, അതാണ് ഫോൺ സ്വിച്ച് ഓഫ്. താൻ അതിന്റെ പിന്നാലെ നടക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ പോയി സെർച്ച് ചെയ്യും. എന്തുപടി കാണിക്കുന്ന തന്നെ ആരോടെ പോലീസ് എടുത്തത്? ഗുഡ് മോർണിംഗ് സാർ. നിങ്ങളോ? അല്ല, ഇതൊക്കെ എന്താ? ഇത് കേക്കാണ് സാർ. ഇത് പൊക്കെയാ. അതറിയാം. ഇതൊക്കെ ഇവിടെ എന്തിനാന്നാ ചോദിച്ചേ? പറയാം സാർ. നീ ബോക്സ് ഓപ്പൺ ചെയ്യ്. ഓപ്പൺ ചെയ്യ്.
വൃന്ദ നോക്കി നിൽക്കാതെ ബൊക്കെ സാറിന് കൊടുക്കാം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സർ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. അല്ല, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? നമ്മളിയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി തപ്പിയതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്താ 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 പറഞ്ഞേ? ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് സാറിന് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതാ. പ്രമോഷൻ അല്ല, സസ്പെൻഷൻ ആവാനാ സാധ്യത. എന്ത് പറ്റി സർ, മൂഡ് ഓഫ്? എന്റെ ബർത്ത്ഡേ ഞാൻ ആരോടും പറഞ്ഞില്ല. ഫേസ്ബുക്ക് എല്ലാരോടും പറയുന്നുണ്ടല്ലോ. എന്താ 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 പറഞ്ഞില്ലെങ്കിലും അറിഞ്ഞു തരുന്ന ആശംസയ്ക്കാണല്ലോ സാർ മഹത്വം. അങ്ങനെ പറഞ്ഞതാ. സാർ കേക്ക് മുറിക്ക് സാർ. കട്ടി സർ. ശരി, കേക്ക് മുറിക്കാനാണെങ്കിൽ എന്റെ ടീമിനെ കൂടെ വിളിക്കാം. എന്താ? ആയിക്കോട്ടെ അല്ലേ. നിങ്ങൾ അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വാ. എന്തായാലും എന്റെ ബർത്ത്ഡേ ഇത്ര കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കേക്കും ബൊക്കെയായിട്ടൊക്കെ വരാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. സർ, മറ്റുള്ളവരുടെ സന്തോഷമാണ് സർ ഞങ്ങളുടെ സന്തോഷം അല്ലേ? വാ. എടോ, ഇന്നെന്റെ ബർത്ത്ഡേയാ. ഈ പിള്ളേര് കേക്കും ബൊക്കെയായിട്ടൊക്കെ വന്നിരിക്കുക. കേക്ക് മുറിക്ക് സാർ. മുറിക്ക് സാർ, കേക്ക് മുറിക്ക്. എന്നാ പിന്നെ മുറിച്ചേക്കല്ലേ? കത്തി കത്തി അവിടെ ഉണ്ട് സാർ. അവിടെ അവിടെ കാണും. അവിടെ വേഗം മുറിക്ക് സാർ. നിനക്ക് തരും. മുറിക്കട്ടെ അല്ലേ? Happy birthday to you. Happy birthday. Happy birthday to you. Happy birthday to you. എടുത്തു കൊടുക്കണോ? സാർ, ഞങ്ങൾ പോയിക്കട്ടെ. ഓ ശരി എന്നാ. താങ്ക് യു സർ. സാറിന് നല്ല ഹാപ്പി ആയോ? ഹാപ്പിയാണ്. സാറ് ഹാപ്പി ആണെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? സാർ, ഞങ്ങളുടെ വണ്ടി തിരിച്ചു തരാമോ സാർ? ഓ, അപ്പോ നിങ്ങൾ അതിനാണ് കേക്കും ബൊക്കെയായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അയ്യോ, വണ്ടിയുടെ കാര്യത്തിന് വന്നത് അപ്പോഴാ സാറിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് അതെ. ഞങ്ങൾ വണ്ടി എടുത്ത് പോട്ടെ സാർ. നോ, അത് മാത്രം നടക്കില്ല. നടക്കില്ലേ? ബർത്ത്ഡേ കേക്കും ബൊക്കെയായിട്ട് വന്ന് എന്നെ സോപ്പിട്ട് കാര്യം സാധിക്കാമെന്നുള്ള ബുദ്ധി ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ?